ഇന്ന് കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അന്നേരം അതിന് നല്ല കാന്താരി സംബന്ധി അരയ്ക്കാം. അത് കല്ലേ വെച്ചിട്ട് നല്ല ഉപ്പും കാന്താരിയും കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഉപ്പ് ചേർത്ത് അരയ്ക്കുമ്പം പെട്ടെന്ന് അരയുകയും ചെയ്യും. പച്ച വെച്ചിട്ട് വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് നല്ല കാന്താരി സംബന്ധി വെക്കാം. എനിക്ക് ഈ കല്ലയിൽ അരയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇവിടെ പാത്രമൊക്കെ ഞാൻ ഈ അരകല്ലിൻ്റെ മണ്ടയ്ക്കും ഒക്കെ ആയിട്ട് കൊട്ടയ്ക്കകത്തൊക്കെ എടുത്ത് അടിക്കി വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അരകല്ലിൽ അരയ്ക്കാൻ പറ്റാറില്ല. നമ്മളെല്ലാം പാത്രമൊക്കെ തുറക്കി മാറ്റുണ്ടായോ. പിന്നെ മിക്സിക്കകത്തായിരിക്കും എല്ലാം അരയ്ക്കുന്നത്. അങ്ങനെ പിന്നെ ചിലപ്പോഴൊക്കെ ഇതുകൊണ്ട് പാത്രമൊക്കെ എടുത്ത് മാറ്റി ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കല്ലിൽ അരയ്ക്കും. ഇപ്പോൾ പാത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കല്ലിൽ തന്നെ അരച്ച് നമ്മൾ പ്രത്യേക രുചിയല്ല നമ്മൾ കല്ലിൽ അരയ്ക്കുമ്പോൾ. പിന്നെ ബാക്കി തേങ്ങ ഒഴിച്ചുകറിക്കൊക്കെ അരകല്ല് മിക്സിക്കകത്ത് ഞാൻ എപ്പോഴും അരയ്ക്കുന്നത്. പിന്നെ അല്ലാതെ കപ്പയ്ക്ക് ഇതുകൂട്ട് സംബന്ധിയ തേങ്ങാ സംബന്ധിയ പിന്നെ ചക്ക വേവിക്കാനും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പിന്നെ എപ്പോഴും അരകല്ലാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെ പറ്റത്തില്ല. ഈ പാത്രം എടുത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ധൃതിക്ക് പിന്നെ പാത്രം എല്ലാം മാറ്റി പിന്നെ എടുത്ത് വെച്ചരയ്ക്കാൻ വലിയ സമയം എടുക്കും. അതുകൊണ്ട് പിന്നെ ഇപ്പം വല്ലപ്പോഴും ഒക്കെ എങ്ങാനും ഇങ്ങനെ മാത്രം എടുത്തെല്ലാം നീക്കി വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അരയ്ക്കും. ഒരു പ്രത്യേക സ്വാദുള്ളത് നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചെറിയ ഈ ബൗളിലോട്ട് മാറ്റി ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. വെളിച്ചെണ്ണ കൂടെ ചേർക്കട്ടെ. വെളിച്ചെണ്ണ എന്തേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ട്. കപ്പയൊക്കെ അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ട്. കപ്പ ചെറിയ വേവുള്ള കപ്പയാണെങ്കിൽ കുക്കറിലായിട്ട് കുടിക്കുന്നുണ്ട്. നല്ലതായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. 2 വിസിലടിച്ചു കണ്ടു. ഇനിയിപ്പോൾ പ്ലേറ്റിലോട്ട് വിളമ്പട്ടെ. അങ്ങനെ കപ്പയൊക്കെ അതെല്ലാം പ്ലേറ്റ് വിളമ്പി എടുത്ത് കണ്ടു. നല്ല കപ്പയും മുളക് സംബന്ധിയും നല്ല അടിപൊളി കപ്പ. നല്ലതായിട്ട് വെന്ത് നല്ല കപ്പയും മുളക് സംബന്ധി ഒരു ഉണക്കമീനും കൂടെ വറുത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ഉണക്കമീനൊന്നും എടുത്തില്ല. ഇത് കൂട്ടി ഞാൻ കഴിക്കാമെന്ന് ഓർത്ത് പെട്ടെന്ന് കണ്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കപ്പയും മുളക് പൊട്ടിച്ചതും കൂടെ കഴിക്കുക. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അന്നേരം ഓക്കെ, ബായ്.